ഒരു മഹത്തായ സംസ്കാരം ഉൾക്കൊള്ളുന്നതാണ് കേരളത്തിൻ്റെ മാധ്യമ സംസ്കാരം. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയും കേളപ്പനും പി കേശവമേനോനും മാമൻ മാപ്പിളയും മന്നത്തു പത്മനാഭനും അടക്കമുള്ള മഹാരഥന്മാരുടെ കയ്യിലുണ്ടായിരുന്ന കേരളത്തിലെ മാധ്യമ സംസ്കാരം ഒരു മരം കൊള്ളക്കാരൻ്റെ കയ്യിലെത്തിയതോടെ അതിൽ പറയുന്നത് സത്യമായിരിക്കണമെന്ന് വാശി പിടിക്കാൻ നമുക്ക് കഴിയില്ല. മാംഗോ ഫോണിൽ തട്ടിച്ച പണം കൊണ്ടുണ്ടാക്കിയ ചാനലിൽ കാട്ടുകള്ളൻ എന്ന് സ്വന്തം സ്റ്റാഫ് തന്നെ വിളിക്കുന്ന ഒരു മരം കൊള്ളയിൽ നിന്നും കാശുണ്ടാക്കിയ ഒരു ചാനലിൽ സത്യം മാത്രം പറയണമെന്ന് പാവം മലയാളികൾ വിചാരിച്ചാൽ അതിന് റിപ്പോർട്ടർ ടിവിയെ കിട്ടില്ല. അതുകൊണ്ട് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വഴിതിരിച്ച് വിടാൻ വേണ്ടി ഉണ്ടാക്കിയ നാടകമാണ് രാഹുൽ മാങ്കൂട്ടം വേട്ട എന്നുള്ളതാണ് പുറത്തു വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയും റിപ്പോർട്ടർ ചാനലും ചേർന്നുണ്ടാക്കിയ ഒരു കള്ളക്കഥ. അത് അന്വേഷിക്കുന്നത് പിണറായി വിജയൻ്റെ പോലീസാണ്. അതിന് പബ്ലിസിറ്റി നൽകുന്നത് CPM-കാരും റിപ്പോർട്ടർ അടക്കമുള്ള മാധ്യമങ്ങളുമാണ്. ഇതിൽ കൊണ്ടുപോയി തലവെച്ചു കൊടുക്കുന്ന കോൺഗ്രസ് നേതാക്കളെയാണ് നിലക്ക് നിർത്തേണ്ടത്. കേരളത്തിലൊരു KPCC പ്രസിഡന്റ് ഉണ്ട് എന്നുള്ളത് ആരെങ്കിലും പറഞ്ഞിട്ട് വേണം അറിയാൻ. നൂറുകണക്കിന് സമരങ്ങൾ നയിക്കേണ്ടുന്ന സമയത്തെല്ലാം ഗാന്ധിസവും പറഞ്ഞു നടക്കുന്ന പ്രസിഡന്റിന് നാവിന് ലൈസൻസ് ഇല്ലാത്ത നേതാക്കളെ നിലക്ക് നിർത്താനും ആവുന്നില്ല. അതെന്തുമാകട്ടെ, ഏതായാലും സ്വർണം മോഷ്ടിച്ച അയ്യപ്പ ഭക്തന്മാരെ അപമാനിച്ച പിണറായി സർക്കാർ ഒരു സ്ത്രീയുടെ പേരും ഉപയോഗിച്ച് എല്ലാം നടത്തുകയാണ് കേരളത്തിൽ. കോൺഗ്രസ് ഇതിനെപ്പറ്റി പറഞ്ഞില്ലെങ്കിലും ജനങ്ങൾ സ്വയം ചില തീരുമാനത്തിലെത്തിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തെ വേട്ടയാടുന്നതിനു പിന്നിൽ കൊള്ളക്കാരുടെ സ്വാർത്ഥ താല്പര്യം എന്ന് വ്യക്തമായിരിക്കുകയാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ CPM നേതാക്കളുടെ പേരുകൾ പുറത്തു വന്നു തുടങ്ങിയതോടെയാണ് ഇതിൽ നിന്നും ശ്രദ്ധ തിരിക്കാനായി രാഹുൽ മാങ്കൂട്ടത്തിൻ വിഷയം മാത്രം എടുത്തിട്ടിരിക്കുന്നത്. അത് പെട്ടെന്നുള്ള പോലീസ് നടപടികളും രാഷ്ട്രീയ നാടകങ്ങളുമാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്കറിയാം, പൊതുജന മധ്യത്തിൽ ഇങ്ങനെ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം ഉയർന്നപ്പോൾ തന്നെ പരാതിക്ക് കാത്തു നിൽക്കാതെ FIR ഇടാനും അറസ്റ്റ് ചെയ്യാനും കഴിയുമായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണക്കൊള്ള വലിയ രീതിയിൽ ചർച്ചയാവുകയും CPM-ന് ഇത് വലിയ തിരിച്ചടിയാകും എന്ന് ഉറപ്പായതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ വിഷയത്തിൽ ഇപ്പോഴത്തെ നാടകം CPM-ഉം അതുപോലെ ചാനലും ചേർന്ന് ശക്തമാക്കിയത്. കേരളത്തിൻ്റെ മാധ്യമ സംസ്കാരത്തെ മലിനമാക്കിയ ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ അവസാനം കൂടിയാണ് ഇതോടെ വന്നുകൊണ്ടിരിക്കുന്നത്. ചാനൽ റേറ്റിംഗിന് വേണ്ടി ബാർക്ക് റേറ്റിംഗിൽ കള്ളത്തരം കാണിച്ചു എന്ന് പറഞ്ഞത് നമ്മളാരുമല്ല, മറ്റൊരു പ്രസിദ്ധമായ മലയാളം ചാനൽ തന്നെയാണ്. അങ്ങനെ ഒരു ചാനൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിന്നിൽ മാത്രം ഓടിക്കൊണ്ടിരിക്കുന്നതും ശബരിമല അടക്കമുള്ള CPM-ന്റെ മോഷണം വാർത്തകളെ മൂടിവെക്കുകയും ചെയ്യുന്നത് പിണറായി വിജയന് വേണ്ടിയുള്ള ഒരു PR വർക്ക് തന്നെയാണ്. എന്നാൽ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിച്ച ജനങ്ങളെ പച്ചക്ക് പറ്റിച്ചൊരു ചാനലിനെയും കൂട്ടുപിടിച്ച് നടത്തുന്ന ഈ രാഷ്ട്രീയ നാടകം മലയാളികൾ നന്നായി തിരിച്ചറിയുന്നത് കൊണ്ട് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നിൽ ആളുകൾ ഇങ്ങനെ കൂടിക്കൊണ്ട് വരുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടം ചെയ്തിരിക്കുന്ന തെറ്റുകൾ ആരും അംഗീകരിക്കുന്നതല്ല. നാട്ടിൽ അങ്ങനെയുള്ള നൂറുകണക്കിന് കേസുകൾ ഉണ്ട്. അതിന് തക്കതായ ശിക്ഷയും ലഭിക്കണമെന്ന അഭിപ്രായമാണ് നമ്മൾക്കുള്ളത്. ഒരിക്കലും ഒരു പൊതുപ്രവർത്തകൻ ഇത്തരം വിഷയത്തിലും കേസുകളിലും ഇടപെടാനും പാടില്ല. എന്നാൽ ഇങ്ങനെ പറഞ്ഞും അതിക്രമിച്ചും വഷളാക്കിയ ഒരു കേസ് വേറെയില്ല ഈ സംസ്ഥാനത്ത്. ഇത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മാത്രമാണ്. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ദിവസവും മാങ്കൂട്ടം MLA-ക്ക് പിന്തുണ കൂടിക്കൊണ്ടുവരുന്നത്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പിണറായി വിജയന് ഒരു സ്ത്രീ വിഷയമാണ് എപ്പോഴും സഹായമായി മാറുന്നത്. അതുകൊണ്ട് സ്ത്രീ വിഷയം അലങ്കാരമാക്കി മാറ്റി ഒരു യുവനേതാവിനെ തീർക്കാൻ ശ്രമിക്കുന്ന മുഖ്യമന്ത്രിക്കും റിപ്പോർട്ടർ ചാനലിനും സ്വയം തകർന്നടിയാനുള്ള അവസാന മാസങ്ങളാണ് കടന്നു പോകുന്നത്.